Hello everyone and welcome back to Saji's Foodland. ഇന്ന് ഞാൻ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. സോ അതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നൈസായി അരിഞ്ഞതാണ്. 15 ചെറിയുള്ളി, 3 പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ചൂടായ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ 3 പച്ചമുളക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് സവാള ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, എരിവിനനുസരിച്ച് ചേർക്കുക. ഗരം മസാല പൗഡർ 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഇനി നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വിസിൽ വരാൻ വേണ്ടി മാറ്റി വെക്കാം. വിസിൽ വന്ന് നമ്മളുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.